നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സിന്ധു നദീജല കരാർ അനുസരിച്ച് വെള്ളം നൽകുന്നതിൽ ഇന്ത്യ കൂടുതൽ നിയന്ത്രണം വരുത്തിയതോടെ പാകിസ്ഥാൻ വൻ പ്രതിസന്ധിയിൽ. ആയുധമെടുക്കുന്നതിന് മുൻപേ ഇന്ത്യയുടെ നയതന്ത്രം വിജയം കാണുന്നുവെന്ന് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ നിന്ന് ആദ്യ സൂചന വന്നു കഴിഞ്ഞു. വെള്ളം തടഞ്ഞത് യുദ്ധമെന്ന് പാകിസ്ഥാൻ പ്രമേയം. പാകിസ്ഥാൻ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ മനസ്സിലായി തുടങ്ങി. വെള്ളം തടഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കാൻ പോലും മടിക്കില്ലെന്ന് വീമ്പ് പറഞ്ഞ പാകിസ്ഥാന് ചിനാബ്, ഝലം നദികളിലെ വെള്ളം തടഞ്ഞാണ് ഇന്ത്യ ഇപ്പോൾ മറുപടി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പിന്തുണ അറിയിച്ചു. രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. പാകിസ്ഥാന് നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കണമെന്ന് ADBയോട് ഇന്ത്യ ആവശ്യപ്പെട്ടതോടെ പാകിസ്ഥാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആയുധമെടുക്കാതെ ഇന്ത്യ പാകിസ്ഥാന് മേൽ വിജയം നേടുന്നു. പ്രൈം ഡിബേറ്റിൽ ശ്രീ മേജർ രവി, ശ്രീ മിഥുൻ വിജയകുമാർ, ഡോക്ടർ മോഹനൻ പിള്ള, കേണൽ S. ഡിന്നി, ശ്രീ CK ഷാക്കിർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ S. ഡിന്നി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ നിന്നുള്ള പ്രമേയമാണ്. ഇന്ത്യ വെള്ളം തടയുന്നത് യുദ്ധമാണെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. നയതന്ത്ര നീക്കം ഇന്ത്യയുടേത് വിജയം കാണുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ, അതിനകത്ത് സംശയമൊന്നുമില്ല. നോക്കൂ, ഇത് എപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് അവരെ സംബന്ധിച്ചോളം വെള്ളം അവർക്ക് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻഡസ് ഈ നദികളിൽ നിന്നാണ് 80% അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ വരും. അത് അവർക്ക് അറിയാൻ നന്നായിട്ട്. ആദ്യം അവർ പറഞ്ഞത് നമ്മൾ വെള്ളം തടയാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പം നമ്മളത് പല ഡാമുകളിലായിട്ട് അതിനൊരു ഒരു കുറച്ചൊരു ഒരു തടയൽ നടത്തിയപ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നത് അത് പാകിസ്ഥാൻ അസംബ്ലിയിൽ വന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് വേറെ തീരുമാനങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ 6 ഹൈഡ്രോ പ്രോജക്ട്സിനെ പുതിയതായിട്ട് നിർമ്മിക്കാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ കശ്മീരിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുപോലെ തന്നെ ഈ 0.2% വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കാപ്പാസിറ്റി, അത് 2% കൂട്ടാനുള്ള ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആക്കി മാറ്റുന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നു, അതിനെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. ഈ സിന്ധു നദി കരാറിന്റെ എല്ലാ രീതിയിലുള്ള ഒരു ചർച്ച വീണ്ടും വേണമെന്ന് പല 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 നാളുകളായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ അതൊന്നും പാകിസ്ഥാൻ കേൾക്കാതെ വന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു പഹൽഗാമിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് എല്ലാം ചെയ്യുകയാണ്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇതിപ്പം പഹൽഗാമിന്റെ ഒരു വിഷയത്തിലാണ് അവർ കൂടുതൽ നമ്മുടെ അടുത്ത് നമ്മളെ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഈ 10-12 ദിവസമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പഹൽഗാം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു നടപടി നമുക്ക് ചിലപ്പം ചെയ്തിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ വന്നാണ്. ഇപ്പം ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. വേൾഡ് ബാങ്ക് ആയാലും ശരി, മറ്റ് ഏജൻസീസ് ഒന്നും ഒരു വേർഡ് പോലും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ചെയ്ത അത്രമാത്രം ഹീനമായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു ക്രൈസിസിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയാണ് നമ്മൾ മുന്നോട്ട് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സിന്ധു നദി കരാറിന്റെ അതിന്റെ ഭവിഷ്യത്വം ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഈ ഒരു മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഓട്ടവും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രത്യേക സമ്മേളനം വേണമെന്ന് പറയുന്നതും അവരുടെ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു യുദ്ധ പ്രഖ്യാപനം പോലെ നടത്തുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ഭയമാണ്. അവർക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഒരു മുൻകൂട്ടിയായിട്ടുള്ള ഒരു ജാമ്യം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. ശരി, ശ്രീ മേജർ രവി, ഇങ്ങനെ നയതന്ത്ര നീക്കങ്ങൾ, പാകിസ്ഥാനെ നയതന്ത്ര നീക്കങ്ങളിലൂടെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലാക്കുക എന്ന ഇന്ത്യയുടെ നയം വിജയിക്കുന്നതിന്റെ സൂചനയാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ചിനാബിലെയും ഝലത്തിലെയും വെള്ളം കൂടി പാകിസ്ഥാന് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നത് പലയിടങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നു എന്നതാണ് പാകിസ്ഥാനിൽ നിന്ന്. അപ്പോൾ ആയുധം എടുക്കാതെ തന്നെ പാകിസ്ഥാന് മേൽ വിജയം നേടുന്നു ഇന്ത്യ എന്ന സൂചനയാണോ കിട്ടുന്നത്? എപ്പോൾ തിരിച്ചടിക്കും എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണല്ലോ ഇത്തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ വിജയം കാണുന്ന സൂചന വരുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എയർ സ്ട്രൈക്ക് സർജിക്കൽ അതും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ആ സമയത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു.
ഇപ്പൊ അത് ഒരു ചെറിയൊരു കോൺസെൻട്രേറ്റഡ് അറ്റാക്ക് ഓൺ ടു ദ CRPF ആൻഡ് കൗണ്ടർ അറ്റാക്ക് ടു ദ ബാലാക്കോട്ട്, അതേപോലെ ഉറി അറ്റാക്ക് അതിന്റെ ഒരു കൗണ്ടർ. ഇതല്ല, ഇത് രാജ്യത്തിനെ മുഴുവൻ ഒന്നടക്കം ആക്രമിച്ചിരിക്കുകയാണ് അവർ കാശ്മീരിൽ കൂടെ. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരവും വിവേചം എന്ന് പറയുന്ന നമുക്കിപ്പം എല്ലാവർക്കുള്ള വികാരം എന്താണ്? നേരത്തെ ഡെന്നി പറഞ്ഞ പോലെ പല സ്ട്രാറ്റജിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗവൺമെന്റ് ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. നമുക്ക് എപ്പോഴും വികാരമൊക്കെ ഉണ്ടായിരിക്കും. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കണം, കൊല്ലണം, ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഗവൺമെന്റ് ഈ 140 കോടി ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ 10 പ്രാവശ്യം പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നത്തെ ന്യൂസിൽ പറഞ്ഞ പോലെ പൂഞ്ച് രജോറി സെക്ടറും ആ സെക്ടറിലൊക്കെ ഇഷ്ടംപോലെ സിവിലിയൻസ് കിടപ്പുണ്ട്. അപ്പൊ അവരുടെ സുരക്ഷയെ നമ്മൾ നോക്കണം. പിന്നെ ബംഗ്ലാദേശ് സൈഡ്, ആ സൈഡിൽ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ചൈന ബോർഡറിന്റെ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഇന്റർനാഷണലി ദേ വിൽ നോട്ട് കം ആൻഡ് അറ്റാക്ക് അസ്. ഇതിന്റെ ഒരു അവസരം ഉപയോഗിക്കാൻ ചൈന ഒരിക്കലും ചെയ്യില്ല അത്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മുടേതായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വി ആർ സ്ട്രോങ്. ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് സിന്ധു നദി ജലം അത് കട്ടേൽ ചെയ്യുന്നു, ജലത്തിന്റെ കട്ടേൽ ചെയ്യുന്നു. ഇതുപോലെ പല സ്ഥലങ്ങളും ഇപ്പൊ കാശ്മീരിലുള്ള കിഷൻ ഗംഗ, ഇങ്ങനെ പല നദികളുടെയും എല്ലാം കട്ടേൽ വാട്ടേഴ്സ് പല സൈഡിൽ നിന്നും ഇവർക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട്, ഇപ്പൊ ഗവൺമെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ സംസാരിക്കേണ്ട ഒരു രീതിയിലോട്ട് ജനങ്ങളെ കൊണ്ടുപോകാം. കാരണം ജനങ്ങൾക്ക് ഇത്രയും അധികം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം മരിക്കില്ലായിരിക്കും, പക്ഷെ മരണം ഇഞ്ചിഞ്ചായിട്ടും അല്ലെങ്കിൽ ജീവിതം മുഴുവൻ തകരുന്ന ഒരു രീതിയിലോട്ടാണ് ഇപ്പൊ ഇന്ത്യ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കുഴി വെട്ടിയിരിക്കുന്നു, ഇനി നിങ്ങൾ അതിൽ തന്നെത്താൻ വേണമെങ്കിൽ കിടന്നോ, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് കൊണ്ടുവന്ന് കിടത്താനൊന്നും പോകുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ പോളിസി പോകുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് പല രാജ്യങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ത്യക്ക് കിട്ടുന്നത് പൂർണ്ണമായ പിന്തുണയാണല്ലോ. ഏറ്റവും ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് പൂർണ്ണ സഹകരണം ഉറപ്പ് നൽകുകയാണ്. മാത്രമല്ല അത് ഈ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാനോട്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന ഈ പിന്തുണ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുഴുവൻ ലോകത്തിന്റെയും പിന്തുണ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മഞ്ജുഷ്, ഇവിടെയാണ് നമ്മളൊരു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമ്മുടെ ഒരു നേതാവ് നിൽക്കുന്നത്. അത് ഇന്ന് ഇപ്പൊ നരേന്ദ്രമോദിജി ആണെങ്കിൽ വേറെ ആരാണെങ്കിലും ശരി, ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ, യുദ്ധത്തിന് പോകാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു തോക്കെടുത്ത് ഒരു വെടിവെച്ചു, അല്ലെങ്കിൽ ഒരു 4 മിസൈൽ അങ്ങോട്ട് ഇട്ടു, അത് കഴിഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. ഇപ്പൊ യുക്രൈൻ റഷ്യ എന്ന് എന്തുകൊണ്ട് പുടിൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിന്റെ ഒരു അവസ്ഥയും കൂടെ ആലോചിച്ച് നോക്കും. പുടിൻ ഇന്നിപ്പം ആ യുക്രൈനെ ആക്രമിച്ചു, അതിനുശേഷം പിന്നീട് അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി അവർ പല രാജ്യങ്ങളിൽ നിന്നുമാണ് സോൾജേഴ്സിനെ വാടകയ്ക്കും വിലയ്ക്കും വാങ്ങിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ ഈ സാത്വികമായിട്ടുള്ള നിലപാടും വളരെ സമാധാനപരമായിട്ട് നിന്നുകൊണ്ട്, കാരണം ഒരു സംസാരത്തിനൊന്നും മോദി ഈ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് സംസാരിക്കണ്ട, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് നോ ബ്ലഡ് ഷെഡ്. ഒരാളുടെയും രക്തം ചിന്നാതെ തന്നെ അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളിലേക്ക് ഓടാം. ഈ സമയത്ത് റഷ്യ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം റഷ്യ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. യുക്രൈനിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞു ഇപ്പൊ അത് ചെയ്യല്ലേ, പക്ഷെ തുടങ്ങി വെച്ചിട്ട് പിന്നീട് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതേ അവസ്ഥയായിരിക്കും നമ്മൾ പാകിസ്ഥാനെടുത്ത്. നമുക്ക് ആ നിർത്താൻ പറ്റാത്ത അവസ്ഥ വരില്ല, കാരണം വെച്ചാൽ അത് പെട്ടെന്ന് തീരുന്നതാണത്. പാകിസ്ഥാൻ എടുത്ത് ഇത്രയും സ്ട്രെങ്ത് ഇല്ല. യുക്രൈന് കിട്ടുന്ന പോലുള്ള സ്ട്രെങ്ത് സപ്പോർട്ട് ഒരിക്കലും പാകിസ്ഥാൻ എവിടുന്നും കിട്ടില്ല. ആരും കൊണ്ടുവന്നു കഴിഞ്ഞാലും ശരി, അത് അധികകാലം നിൽക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ലോകരാഷ്ട്രം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ അസാപ്തികമായിട്ടുള്ള ആ ഒരു കറക്റ്റ് ധർമ്മത്തിൽ കൂടിയാണ് ഇപ്പൊ ഇത് പോകുന്നത്. നീ അടിച്ചു, നിന്നെ ഞാൻ വെറുതെ വിട്ടില്ല മോനെ. ഇത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇപ്പൊ പട്ടാളം ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ബോർഡറിൽ ഇപ്പൊ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ പോലും അവർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് അടിക്കാനുള്ള ആ ഒരു ആംബിയറൊക്കെ പാകിസ്ഥാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഇന്ത്യ ചെയ്യുന്ന ഇത് മുഴുവൻ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ്. അല്ലെങ്കിൽ പല രീതിയിലും പല രാജ്യങ്ങളും നമ്മളെ ആക്രമിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ അത് ചെയ്ത്. ഇന്നിപ്പോ ആർക്കും ഒന്നും പറയാനില്ല. ബിക്കോസ് വി ഡിഡ്ന്റ് ടേക്ക് എനി ഇനിഷ്യേറ്റീവ്, വി ഡിഡ്ന്റ് ഡു എനി സർജിക്കൽ സ്ട്രൈക്ക്, നത്തിങ്. പക്ഷേ
ചെയ്യേണ്ടതായിട്ടുള്ള പനിഷ്മെന്റ് ശരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഈ 4 പേര് അവിടുന്ന് മുങ്ങി പോയിട്ടുണ്ട്, എന്തുകൊണ്ട് പിടിച്ചില്ല എന്നുള്ള ഇവിടെ പലരും ചോദിക്കുകയും. ഇതൊക്കെ ഇതിൻ്റെതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അവന്മാരവിടെ സിവിലായിട്ട് വന്നിട്ട് ഈ 4 പേര് അവിടെ തന്നെ താമസിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവന്മാരെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാതെ പിക്ചർ സ്കെച്ച് എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ തെരച്ചിൽ പാർട്ടിയുടെ കൂട്ടത്തില്, ഈ പോണി റൈഡേഴ്സിന്റെ കൂട്ടത്തില് അവന്മാർ അവിടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്കത് പിടിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്ക് ടൈം, അത് സമയം എടുക്കും. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ്. അല്ല, നമ്മൾ എടുത്തൊരു ചാട്ടം ചാടിയിട്ടില്ല. ഇവിടെ ഞാനടക്കം 2ാമത്തെ ദിവസം വളരെ വികാരഭരിതനായിട്ട് അടിച്ചിരിക്കുമെന്നൊക്കെ. പക്ഷെ പിന്നീട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പാകിസ്ഥാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പം അവരവിടുന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ആ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ സ്കൂളിൽ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പോലെയാണത്. അത് കാണിച്ചിട്ടൊക്കെ പൊയ്ക്കോട്ടെ, യു ഡോണ്ട് ഈവൻ ബോദർ ഫോർ ഇറ്റ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു നീക്കത്തിലോട്ട് പോണ്ടി വന്നു കഴിഞ്ഞാൽ നഷ്ടം നമുക്കാണ്. ശരിയാണ് ശ്രീ മേജർ രവി. നഷ്ടം കൂടുതൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഡോക്ടർ മോഹനപിള്ള, ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് രാജ്യത്ത് ഈ മാസം 7-ന് മോക്ക് ഡ്രിൽ നടത്തുവാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതിൽ ഈ ഒഴിപ്പിക്കൽ നടപടികൾ പോലെയുള്ളവ പോലും പരിശീലിപ്പിക്കും, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് ഈ സൂചന കൊണ്ട് അർത്ഥമാക്കേണ്ടത്? ബിക്കോസ് നമുക്കറിയാമല്ലോ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ പാകിസ്ഥാൻ, ടെററിസ്ഥാൻ ബേസിക്കലി, അത് എങ്ങനെയാണോ നമ്മൾ അവരെ കാണുന്നത് അതിലും കൂടുതലായിട്ട് അവർ നമ്മളെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതാണല്ലോ അവരൊരു അഗ്രഷന് വേണ്ടി മുതിരാത്തത്. ആ ഒരു ബേസിക് ആയിട്ട്, അതായത് എല്ലാവരും സിവിൽ അഡ്മിനിസ്ട്രേഷനെ ബേസിക്കലി ട്രെയിനിങ് കൊടുത്ത് നമുക്ക് ഏറ്റവും ഇൻ വേഴ്സ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ. അത് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടെററിസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐ തിങ്ക് മേജർ രവി പറഞ്ഞതിനോട് ഞാൻ കൂടുതൽ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു. ബിക്കോസ് ഒരു പോയിന്റ്, ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ എഗ്രി വിത്ത് മീ ഓർ നോട്ട്, അതായത് ഗവൺമെന്റ് പറഞ്ഞത് അവരെ ജീവനോടെ പിടിക്കണം എന്നുള്ളതാണ്. ആ പോയിന്റിൽ എനിക്കൊരു സ്ലൈറ്റ് ഡിസഗ്രിമെന്റ് ഉണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പ് സാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവനോടെ ഒരു ടെററിസ്റ്റിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടെററിസ്റ്റ് ഒരിക്കലും അവന്റെ കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അനുസരിച്ചിട്ട് അവൻ ഒരിക്കലും പറയില്ല ഞാൻ ടെററിസ്ഥാനിലുള്ളതാണ് അല്ല അഫ്ഗാനിസ്ഥാനിലുള്ളതാണെന്ന്. അവന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് അവൻ പറയുന്നത് അവൻ ശ്രീനഗറിലല്ലേ ശ്രീനഗറുകാരനാണെന്ന് മാത്രമേ പറയുള്ളൂ. കാര്യം ഒരിക്കലും ആ രീതിയിലോട്ട് വരില്ല. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഇപ്പൊ 4 പേരല്ലേ 2 പേര് പോയി എന്നുള്ള ഇറ്റ്സ് നോട്ട് ദ മിസ്റ്റേക്ക് ഓഫ് ദി ആംഡ് ഫോഴ്സസ്. ആൻഡ് മോർ ദാൻ ദാറ്റ്, രണ്ടാമത് നമ്മുടെ ബേസിക് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിന്റെ വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ വാർ. അപ്പം എവറി കമാൻഡിംഗ് ഓഫീസേഴ്സ് ഇസ് വെരി ബിസി വിത്ത് ദ ബേസിക് എയിം. അപ്പോൾ ഈ സിറ്റി ഓപ്പറേഷന് ഇമ്പോർട്ടൻസ് അത്രയും കൊടുത്തില്ല. മോർ ദാൻ ദാറ്റ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവർ ബോർഡർ ക്രോസ് ചെയ്തിട്ട് പോകും അല്ലെ പോയിരിക്കുന്നത്. കാര്യം ഈ ഒരു ലാസ്റ്റ് 1 വീക്കില് ബോർഡറിൽ എത്രയും സർവൈലൻസ് ഉണ്ടോ അതുപോലൊരു സർവൈലൻസ് നോർമൽ ടൈമിൽ ഇല്ല. അപ്പൊ ഇത്രയും സർവൈലൻസ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഈ ഒരു പോയിന്റാണ് ഞാൻ ഡേ 1 മുതൽ പറയുന്നത്. ആദ്യം മുതൽ തന്നെ വാട്ട് എവർ മേജർ രവി സെഡ്, വികാരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ലോക്കൽ സപ്പോർട്ട് 100% വി കനോട്ട് തിങ്ക് അബൌട്ട് ദ കാശ്മീരീസ്. ഒരിക്കലും നമുക്കത് പറ്റില്ല. കാര്യം നമ്മൾ കാശ്മീരി ഹൗസസ് നമ്മൾ ബസ്റ്റ് ചെയ്തപ്പോൾ പോലും അവരുടെ വീടുകളിൽ പോലും ഈ ആംസ് ആൻഡ് ആമിനേഷൻ കണ്ടെന്നാ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളോട് ഈ ഒരു ഇത്രയും കോപ്പറേഷൻസ് വരുന്നത്? അവരെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലോക്കൽ സപ്പോർട്ട് അല്ല. അവർ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും അവർക്ക് സർവൈവ് ചെയ്യാനും പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ ബേസിക്. അത് NIA-യുടെ അന്വേഷണത്തിൽ ആദ്യം കണ്ടെത്തിയിരിക്കുന്ന അതാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഡോക്ടർ മോഹനപിള്ള, അല്ലേ? അത് NIA-യുടെ ഒരു സ്ഥിരീകരണം വന്നില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ഇൻസൈഡ് വാർത്തകൾ ഉണ്ടായിരുന്നു. യെസ്, തീർച്ചയായിട്ടും അതാണെന്നുള്ളത് വി നോ. ഒരു നമ്മളെല്ലാം അവിടെ ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കും. ഐ തിങ്ക് കേണൽ ഡെന്നി, മേജർ രവി, എവരിബഡി നോസ് ദിസ് ഈസ് ദ ഫാക്ട്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ശ്രീനഗറിലുള്ളവരുടെ. അവർ പിന്നെ ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു, ടൂറിസം ഡെവലപ്പ് ആവുന്നു. അപ്പം കൂട്ടത്തിൽ അവർക്ക് പൈസ കിട്ടുന്നു, അവരുടെ ഇക്കോണമി ഡെവലപ്പ് ആവുന്നു. സോ ദാറ്റ് ടു കവറപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ആക്ഷനാണ് അവർ കാണിച്ചത്. സ്വാഭാവികമാണ്. അവർ ഇന്നുവരെ അവർ ഈ ടൂറിസ്റ്റ് മേളിൽ ഒരു അറ്റാക്ക് വന്നപ്പോൾ അവർ കൂടി ഒരു നാണക്കേടായി. ആ രീതിയിലോട്ടാണ് ആ കാര്യങ്ങൾ വന്നത്.
ഇനിയും നമ്മൾ ഇതിന്റെ ഫർദർ ആക്ഷൻ നോക്കണം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ അസംബ്ലി ടെററിസ്ഥാനിൽ പ്രമേയം പാസാക്കി. ഇനി എന്താണ്? പ്രസിഡന്റിന്റെ അപ്രൂവൽ മതി, വിച്ച് മീൻസ് ദേ ആർ ഓൾറെഡി ഡിക്ലെയർഡ് വാർ. സിമിലർലി വിത്തിൻ മേ ബി കപ്പിൾ ഓഫ് ഡേയ്സ്, അതൊരു ആക്ഷൻ ആയിട്ടില്ല, അവർ President Draupadi Murmu will maybe declare, then only we can go for the action. I mean, we have to declare a war. That means a conventional war. More than that, നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു അതിനെ മാത്രം ന്യൂട്രലൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു കാരണവശാൽ അതൊരു ഒരു വാറായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈവൻ ഇഫ് ദ കാർഗിൽ ഓൾസോ വി ഡിഡ്ന്റ് ഗോട്ട് ഇനിഷ്യൽ ദ പ്രസിഡന്റ്സ് അപ്രൂവൽ ടു ഡിക്ലെയർ എ വാർ. We have not declared a full-fledged war with the terrorist at that time, even Kargil also. കാർഗിലിൽ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് വാർ ഒരിക്കലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ ബങ്കറെ ഒഴിപ്പിച്ച് അവരെ അവിടുന്ന് റൂട്ട് ഔട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എല്ലാ രീതിയിലും വന്നിരിക്കുന്നത് കൊണ്ട് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കൊന്നും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. കാര്യം ദ മാക്സിമം അവരുടെ സ്ട്രാറ്റജി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2020 മാതിരി അതായത് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു സപ്പോസ് ഒരു അഗ്രഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ ഷോർട്ട് സ്പാൻ 2-3 days, ഒരു ദിവസം 2 ദിവസം അല്ലെ 3 ദിവസം അല്ലെ 4 ദിവസം കൊണ്ട് മാക്സിമം കാഷ്വാലിറ്റി ഇൻഫ്ലിക്റ്റ് ചെയ്യുക. ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ട് അപ്പം അതിന്റെ 10 ഇരട്ടി നമ്മൾ അവിടെയും കൊടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി അവർ ദേ ആർ തിങ്കിങ് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. വേൾഡ് കൺട്രീസിലെ അല്ലെ വേൾഡ് കമ്മ്യൂണിറ്റിയിൽ അപ്പീൽ ചെയ്തിട്ട് ഇതൊരു സീസ് ഫയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് മാറും എന്നുള്ള രീതിയിലാണ്. ഇവിടെയാണ് അവർക്ക് കണക്ക് പിഴയ്ക്കുന്നത്. കാര്യം എല്ലായ്പ്പോഴും ചെയ്യുന്നത് മാതിരി ദ പ്രസന്റ് ഗവൺമെന്റ് ഈസ് നോട്ട് ഗോയിങ് ടു അബൈഡ് ബൈ ദ കണ്ടീഷൻസ്. അതൊരിക്കലും നടക്കില്ല. നമ്മൾ ഇനിയും നമ്മുടെ ടേംസ് വെച്ചിട്ട് അത് ഫുൾഫില്ല് ചെയ്ത് എന്താണോ രാഷ്ട്രഹിതം അത് മാത്രം നോക്കിയുള്ള ഒരു ഡിക്ലറേഷൻ ആയിരിക്കും. പക്ഷെ ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് രണ്ട് സൈഡിലും ഉണ്ടാവും. നമുക്കൊരിക്കലും എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലോസ് ആവും. വി ആർ ട്രൈങ് ടു ലൂസ് ബെയർ മിനിമം കാഷ്വാലിറ്റി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഐ എം ജസ്റ്റ് അഫ്രൈഡ് ബിക്കോസ് വട്ട് എവർ മേജർ രവി ഈവൻ യെസ്റ്റർഡേ ഐ ഹേർഡ് യുവർ ദിസ് തിങ് ഹി സെഡ് വെരി കറക്ട്ലി ദാറ്റ് മീൻസ് പൂഞ്ച് സെക്ടർ. ഈവൻ പൂഞ്ചിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് KG, കൃഷ്ണഘാട്ടി, മേണ്ടർ മിനി പാകിസ്ഥാൻ എന്നാ പറയുന്നത്, മിനി ടെററിസ്ഥാൻ. മേണ്ടർ കഴിഞ്ഞിങ്ങോട്ട് വരുന്നു രജൌരി കഴിഞ്ഞാലോ രജൌരി സുന്ദർബനി കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ അക്നൂർ. സാർ ദർ ദ പ്രോബ്ലം അക്നൂർ ദേ ആർ ഹാവിംഗ് ദ ഹയർ സൈഡ്. They are always having the higher side. They are on the upper side. We are having that bridge, you know, that the Aknur chicken neck. And there we have to be more and more vigilant and more careful, because from there if they start doing something, the maximum Hindu population across Jammu, that is the main thing which I am worried. That is one thing. And rest moves towards, that means the Sialkot side and the Araspura sector, that side. They are interested. Because why they are interested? They are more and more interested to give heavy casualty to Hindu community. They are not going to straight attack to Kashmir. But what will be our aim? We will be the role model to the world community. We will be hunting for the terrorist. Our aim may be, we may go to Lahore, the headquarters of Lashkar-e-Toiba. But their way of action may be different. This is what I am presuming, because ഇനിഷ്യലി അവർ നല്ല രീതിയിൽ വരികയും നമുക്ക് ഹെവി കാഷ്വാലിറ്റി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ബിക്കോസ് അവർ നമ്മുടെ മുന്നിൽ അവർ ഒന്നുമല്ല. ഇപ്പം എന്താ പറയുന്നത്, മിസൈൽ 200 മീറ്റർ 500 കിലോമീറ്റേഴ്സ് അതൊക്കെ പറയുന്നുണ്ട്. ഞാൻ അത് വീണ്ടും പറയുന്നു, റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ബീറ്റ് എനി ഗവൺമെന്റ്, അവരുടെ നിലപാടാണ് ഇന്ത്യക്ക് എന്നും സഹായമായിട്ടുള്ളത്. ആ ടൈമിലും ഇപ്പോഴും ഓപ്പണായിട്ട് വന്നിട്ടുള്ള ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഡിപ്ലോമാറ്റിക്കലി ദേ മേ സൈഡ് ബൈ സൈഡ്. അതിന്റെ റീസൺ ഉണ്ട്. ബിക്കോസ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന് ഈ കേപ്പബിലിറ്റി വരണമെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് അവരുടെ റോള്, റഷ്യൻ റോൾ ടു മേക്ക് ദ പ്രസന്റ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ്, അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും. പിന്നെ ഇതിനകത്ത് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മാത്രമുള്ള പ്രശ്നമല്ല. ബിക്കോസ് ദ വെപ്പൺ സപ്ലൈസ് ഹിയർ വി ആർ ടെസ്റ്റിംഗ് whatever America is given the efficiency, whatever Russia is given the efficiency, then that will also be checked.
അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത വെപ്പൺ ശരിക്കും എഫക്റ്റീവ് ആണോ, അത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു പോയിന്റിലൂടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി ബിലീവ്, ബിക്കോസ് ദീസ് വാസ് സസ്പെക്ടഡ് ആസ് വെൽ, ബിക്കോസ് നമ്മളത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. Because Russia, we can blindly trust a country, even if they are not that much capable to help India. Why? Because they are already in a war with that Ukraine. But still, we can trust them. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ മോഹൻപിള്ള. ശ്രീ മേജർ രവി, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ, അതിന്റെ ഏതാണ്ട് ഒരു പൂർണ്ണ രൂപം വന്നിട്ടുണ്ട്. PTA അതേക്കുറിച്ചുള്ള റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 5 നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 7-നാണ് ഇത്തരമൊരു മോക്ക് ഡ്രിൽ നടത്തുവാനായിട്ട് നിർദ്ദേശം കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് വ്യോമാക്രമണ മുന്നറിയിപ്പ്, സൈറണുകളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള മോക്ക് ഡ്രിൽ നടത്തണം എന്നുള്ളതാണ്. പിന്നെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ഡ്രില്ലാണ്. അത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് പരിശീലനം നൽകും എന്നുള്ളതാണ്. പിന്നെ ഈ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെ സംരക്ഷണം, അതിനുവേണ്ടിയുള്ള മോക്ക് ഡ്രിൽ ഉണ്ടാകും. പിന്നെ ഒഴിപ്പിക്കൽ പദ്ധതികൾ അതെങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള പഠനം നൽകുന്നതിന് വേണ്ടിയുള്ള പരിശീലനവും ഉണ്ടാകും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട്. ഇതാണിപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇതൊരു സാധാരണ നടപടിക്രമമായിട്ടാണോ താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുവാനുള്ള കാരണമായിട്ട് താങ്കൾ കരുതുന്നത്? ഇത് നമ്മളിപ്പം ആ ബോർഡർ ഏരിയ എല്ലാം നമ്മൾ സീൽ ചെയ്ത് ഒരുവിധം പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുമ്പോൾ ഈ തലയ്ക്ക് സുഖമില്ലാത്ത ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് ഏതെങ്കിലും എടുത്തൊരു മിസൈൽ പണ്ട് 71-ലൊക്കെ ആയിരുന്നെങ്കിൽ അവരുടെ റേഞ്ച് വാസ് ഹാർഡ്ലി എനിത്തിങ്. ഒരു ആർട്ടിലറി ഗണ്ണ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 32 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 35 കിലോമീറ്റർ 40 കിലോമീറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡ് റേഞ്ചിൽ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആർട്ടിലറി ഗണ്ണ് പോലും ബോഫോസിനെ പോലുള്ള ഗൺസ് എല്ലാം 50+ എല്ലാം അത് അക്കോർഡിംഗ് ടു ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്പീഡും ഡിസ്റ്റൻസും എല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോ എന്തുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളുടെ അടുത്തും ഇതുപോലൊരു മോക്ക് ഡ്രിൽ ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. ജസ്റ്റ് ഇൻ കേസ് എനി ഇവൻച്വാലിറ്റി ഇതുപോലുള്ള ഒരു അക്രമം അവിടെ നിന്ന് വരികയാണെങ്കിൽ അവര് പഞ്ചാബ് അല്ലെങ്കിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ ഈ സ്റ്റേറ്റുകളാണ് ഇപ്പോൾ അവിടെ ബോർഡറായിട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ MP, UP അങ്ങോട്ട് കൽക്കട്ട സൈഡിലേക്ക് ഈസ്റ്റേൺ സെക്ടറിലേക്ക് വിട്ടേക്കും. പക്ഷെ അതല്ലെങ്കിൽ ആന്ധ്ര, തമിഴ്നാട്, കേരള ഇതെല്ലാം വരും. ഇതെല്ലാം വരുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റുകളോട് മുഴുവൻ ഈ ഒരു മോക്ക് ഡ്രിൽ എന്ന്. എന്താണ് ഒരു യുദ്ധത്തിന്റെ സൈറന്റെ അതിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ബോംബാർഡ്മെന്റ് വരുന്ന സമയത്ത് എന്തായിരിക്കും? എയർ അറ്റാക്കാണ് വരുന്നത് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് ദാറ്റ്സ് എ റെസ്പോൺസിബിൾ ഗവൺമെന്റ്സ് ഡ്യൂട്ടി. യു ഷുഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. ഏതൊരു സിവിലിയൻ പോലും ദേ ആർ പ്രിപ്പയർഡ് മെന്റലി ആൻഡ് ഫിസിക്കലി ടു ഫേസ് എ വാർ ഇഫ് ഇറ്റ് കംസ്. അഗെയിൻ അണ്ടർലൈനിങ്, ഇഫ് ഇറ്റ് കംസ്. പക്ഷെ അത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത്രയും ഭദ്രതയോടുകൂടി ഗവൺമെന്റ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നമുക്കിതിൽ നോക്കേണ്ടത്. അപ്പൊ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു അഫയറാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാനും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു സൈറൻ അടിച്ചാൽ എന്താണെന്നുള്ളതല്ല, എയർ അറ്റാക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ശബ്ദം എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരു ബോംബാർഡ്മെന്റ്, ഒരു മിസൈൽ ആക്രമണം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ആണ് ഈ മോക്ക് ഡ്രില്ലിൽ ഈ 5 പോയിന്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ മേജർ രവി, ഞാനൊന്ന് ഇടപെടുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ പൂർണ്ണ വിവരങ്ങളുമായിട്ട് MG രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രേണുക, എന്തൊക്കെയാണ് ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണോ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശങ്ങൾ? 7-ാം തീയതി മോക്ക് ഡ്രിൽ നടത്തണമെന്ന നിർദ്ദേശം. മഞ്ജുഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായി വേണം നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തെ കാണാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വലിയ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്ന പ്രതീക്ഷകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം വരുന്നത്. 1971 ശേഷം ആദ്യമായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം വരുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും
ഈ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും ആ അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള മോക്ക് ഡ്രില്ലുകൾ നടത്താനുമുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആ മോക്ക് ഡ്രിൽ ഈ 7-ാം തീയതി നടത്തണം എന്ന ഒരു നിർദ്ദേശം വരുന്നു. വ്യോമാക്രമണം മുന്നറിയിപ്പ് സൈറണുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥാപിക്കാനുള്ള ഒരു പ്രധാന നിർദ്ദേശവും നൽകുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കൂ എന്ന നിർദ്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് ചില സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകും എന്ന് കരുതിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുത്തിരിക്കൂ എന്ന ഒരു നിർദ്ദേശം. അതും 1971 ശേഷം ഉള്ള ഒരു നിർദ്ദേശം എന്ന നിലയിൽ അതപ്പോൾ കുറച്ചുകൂടി കടുത്ത നിലയിൽ ഒരു നടപടിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നോ എന്ന സാഹചര്യവും ആശങ്കകൾ കൂടി വർദ്ധിപ്പിക്കുകയാണ്. ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിന് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് അവർക്ക് വിവരം നൽകണം, അവരെ അതിന് പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ, പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികൾ, ഇവയൊക്കെ തയ്യാറാക്കണമെന്നതാണ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാൻ സാഹചര്യം വരേണ്ടി വരികയാണെങ്കിൽ അതെങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ഈ പദ്ധതികൾ ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതൊക്കെ സംബന്ധിച്ച് എന്തൊക്കെ പദ്ധതികളാണോ ഉള്ളത് അത് നവീകരിക്കണം, അത് കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കാനുള്ള പ്രായോഗികമായ നടപടികൾ എന്തൊക്കെ വേണം അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും നടപ്പാക്കാനും സജ്ജമാക്കാനും ഉള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ചില സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകും എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെയ് 7, അതായത് മറ്റന്നാൾ മോക്ക് ഡ്രിൽ നടത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഈ മോക്ക് ഡ്രില്ലിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ശ്രീ മിഥുൻ വിജയകുമാർ, ഒരു സൈനിക തിരിച്ചടി തന്നെ ഉണ്ടാകും ഈ ഘട്ടത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ പാകിസ്ഥാനെ പിടിച്ചു നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള തന്ത്രം തുടരുമെന്നാണോ? മഞ്ജുഷ്, നമ്മൾ രണ്ട് രീതിയിലും നോക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇന്ത്യ ഈ പറഞ്ഞ പോലെ ക്വാഡ് രാജ്യങ്ങളും SCO G20 പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് ഇന്റർനാഷണലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഇഷ്യൂവിനെ. അതിൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ റോള് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് കണ്ടെത്തിയൊരു പുതിയ കാര്യമുണ്ട്. ഇതിന്റെ സൂത്രധാരനായിട്ടുള്ള ഹാഷിം മൂസ എന്നറിയപ്പെടുന്ന ആള്, ഹാഷിം മൂസ പാകിസ്ഥാനി തീവ്രവാദിയാണ്. പിന്നെ പഹൽഗാം മാസക്കർ നടത്തുന്നതിൽ വലിയൊരു പങ്ക് അയാൾക്കാണുള്ളത്. ഇതിനു മുമ്പ് പാകിസ്ഥാന്റെ ഫോർമർ ഒരു പാരാ കമാൻഡോ ആയിട്ട് ജോലി ചെയ്ത ആളാണ്. പാകിസ്ഥാൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസിൽ ജോലി ചെയ്ത ആളാണ് ഈ ഹാഷിം മൂസ. അപ്പൊ അയാൾക്ക് ഇതിൽ ആരാണ് ട്രെയിനിങ് കൊടുത്തത്? മാത്രമല്ല ഈ പറയുന്ന സ്ഥലത്ത് നിന്ന്, സംഭവ സ്ഥലത്ത് നിന്ന് ചൈനീസ് ഡിവൈസസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട്. അപ്പം ഈ പറഞ്ഞ പോലെ ചൈനയ്ക്ക് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? കാരണം ഹുവൈ സാറ്റലൈറ്റ് ഫോൺസിന്റെ മൂവ്മെന്റ് ആ ഏരിയയിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പും പലതവണ പാകിസ്ഥാനി തീവ്രവാദികളെ പിടികൂടിയപ്പോഴൊക്കെ തന്നെ അവിടെ ചൈനീസ് നാവിഗേഷൻ സിസ്റ്റംസ് പലപ്പോഴും ഇന്ത്യൻ ആർമിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ബെയ്ഡുവായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ഫോൺസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തീവ്രവാദികളെ പിടികൂടിയപ്പം അവിടെ അൾട്രാസെറ്റ് എന്ന് പറയുന്ന പാകിസ്ഥാന് വേണ്ടി മാത്രം ചൈന കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം അത് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെ തീവ്രവാദികളിലേക്ക് എത്തി? അപ്പൊ പാകിസ്ഥാൻ സേനയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചൈന കസ്റ്റമൈസ് ചെയ്യുന്ന ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ തീവ്രവാദികളുടെ കയ്യിലും ഉണ്ട്. അപ്പൊ ചൈനയ്ക്ക് ഇതിൽ എന്താണ് ഒരു സ്ട്രാറ്റജിക് റോൾ ഉണ്ടോ, അല്ലെ ചൈന ഇത് ഒളിയമ്പ് ചെയ്യുകയാണോ ഇന്ത്യക്ക് നേരെ എന്ന് കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും പ്രധാനമായ ഒരു ശത്രു എന്ന് കാണുന്നത് പാകിസ്ഥാനാണ്. എപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ തീർച്ചയായിട്ടും എല്ലാ കാലത്തും തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചൈനയുടെ ഒരു റോൾ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട്. കാരണം ഇപ്പം വിഴിഞ്ഞമെന്ന് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം ചൈനീസ് ഫണ്ടഡ് ആയിട്ടുള്ള ഹംബൻടോട്ട, ഈ ശ്രീലങ്കയിലെ പോർട്ട്, ഗ്വാദർ പോർട്ട്, ഇവിടെയൊക്കെയുള്ള ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഒന്ന് കുറയാൻ പോവുക. കാരണം വിഴിഞ്ഞം ഒരു നോൺ ചൈനീസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല രാജ്യങ്ങളും കാണാൻ തുടങ്ങും. അപ്പൊ ചൈനയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യയുമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒരു എന്താ പറയുക, ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഇന്റേണലി ഇന്ത്യ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു രാജ്യം ചൈന കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ റോൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറുഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈനീസ് സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ അന്വേഷിക്കുന്നുണ്ട്.
പിന്നെ പാകിസ്ഥാനായിട്ട് നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ പാകിസ്ഥാൻ ഈ already ഘട്ടത്തിൽ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന്റെ ഈ ശ്രമങ്ങൾക്ക് പാകിസ്ഥാനെതിരെയുള്ള നയതന്ത്ര നീക്കമാകട്ടെ അതുപോലെ തന്നെ സൈനിക തിരിച്ചടി നൽകുന്നതിലാകട്ടെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ചില അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ചോദ്യം. അല്ല, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണ പിന്തുണ ഇതിലുണ്ടോ നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ ശരി മിഥുൻ, ഇതിൽ ഷാക്കിർ കൂടി പറയട്ടെ. ഷാക്കിർ, CK ഷാക്കിർ. പറഞ്ഞോട്ടെ. ആ, അതായത് ഞാൻ ചർച്ച ഇതുവരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇത് നയതന്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു സംഗതി, കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതിയാണ് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് ഏറെക്കുറെ മെയ് 5 2 ആഴ്ച സമയം കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ 26 മനുഷ്യരെ കൊലപ്പെടുത്തിയത് ആരാണ്, അവരെവിടെയാണ്? ആ കുറ്റവാളികളിൽ ഒരാളെ പോലും പിടികൂടാൻ കഴിയാത്ത ഒരു ദയനീയമായ സാഹചര്യം നമുക്കുണ്ട്. സൈനിക ശക്തി എടുത്താൽ ലോകത്തിൽ 145 രാജ്യങ്ങൾ എടുത്താൽ 4-ാം സ്ഥാനത്തെ സൈനിക ശക്തിയായി ഇന്നും ഇന്ത്യ നിലകൊള്ളുന്നുണ്ട്. പാകിസ്ഥാൻ ആണെങ്കിൽ 12-ാം സ്ഥാനത്ത് മാത്രമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഈസിയായി കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അവർ കുറ്റവാളിയാണെങ്കിൽ അവിടെ കയറി അടിക്കണമെന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. പക്ഷെ ഇതിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ ന്യൂസ് 18 പോലെയുള്ള ചർച്ചക്കെടുത്തത് നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം എപ്പോൾ തുടങ്ങും എല്ലാം തുടങ്ങാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കങ്ങളെ കുറിച്ച്, മോക്ക് ഡ്രില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുക. നമ്മൾ അതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഈ പഹൽഗാമിൽ നടന്നു വന്ന് ഈ ആളുകളെ കൊലപ്പെടുത്തി ആ ആളുകൾ 5 കിലോമീറ്ററോളം ദൂരം നടന്ന് തിരിച്ചുപോയി എന്നാണ് നമ്മൾ ആദ്യമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്ഥലത്തിന്റെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ, വാഹനത്തിൽ വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ആ 26 ആളുകളിൽ ഒരാളെ പോലും ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ സർക്കാർ ഇതുവരെ ശ്രമിക്കാത്തത് അല്ലെങ്കിൽ നടക്കാത്തത്? അത് നമുക്ക് നാണക്കേടല്ലേ? അതെന്താ ചർച്ച ചെയ്യാത്തത്? അത് ചർച്ച ചെയ്യണമല്ലോ. നമ്മൾ പറയുന്നു നമ്മൾ ഇതിൽ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് ഈ കാര്യത്തിൽ ഇല്ല, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതായത് രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഷാക്കിർ, ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ മേജർ രവി, ഈ ഒരു ആക്ഷേപം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ. അത് മാത്രമല്ല, അത്തരം ചോദ്യങ്ങൾ പ്രതിപക്ഷം എന്ന് പറയേണ്ട. ഒന്ന് മുഴുവനാക്കട്ടെ പ്ലീസ്. ആ ശരി. അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്ന സംഗതിയാണ് പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടോ വിയോജിപ്പുണ്ടോ? പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്, രാജ്യത്ത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും അവിടെ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടാണ്. അവിടെ ഭരണപക്ഷിയാണ്, പ്രതിപക്ഷമാണെന്ന് വേർതിരിവില്ല. അവിടെ പാകിസ്ഥാന്റെ ഭാഗത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാലോ ആക്രമണം ഉണ്ടായാലോ ശക്തമായ തിരിച്ചടി നൽകണം. പറ്റുമെങ്കിൽ ഏത് വിധനെയും അവരെ തോൽപ്പിക്കണം. അതിന് നമുക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ഏപ്രിൽ 22-ന് നടന്ന ഒരു അറ്റാക്കുമായി ബന്ധപ്പെട്ട്, ഇത് മിസൈൽ ആക്രമണം നടത്തിയതല്ല, അല്ലെങ്കിൽ ബോംബിട്ട് പോയതല്ല, നേർക്ക് നേരെ വന്ന് അറ്റാക്ക് ചെയ്ത് 26 ആളുകൾ കൊന്നതാണ്. ആ കൊന്ന ആളുകളിൽ 8 പേരാണ് എന്ന് അന്ന് തന്നെ ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട പുറത്തുവിട്ടത്. അവർ ഒരാളെ പോലും പിടിക്കാൻ കഴിയാത്തത് നമുക്ക് എന്തൊരു നാണക്കേടാണ്. അത് സർക്കാരിന്റെ പരാജയമല്ലേ? ആ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കാനാണോ ഈ രീതിയിൽ ചർച്ച ചില ചാനലുകൾ നടത്തുന്നത്? സ്വാഭാവികം സംശയിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളോട് കടുത്ത രീതിയിൽ പ്രതികരിക്കണം ആവർത്തിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഇത്രയും സൈനിക ശക്തിയിൽ 4-ാം സ്ഥാനത്തുള്ള രാജ്യം ആഭ്യന്തരമായി ഒരു പോലീസ് സ്റ്റേഷൻ SIക്ക് പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ആ രീതിയിൽ നടന്നു പോയിട്ട് പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തൊരു നാണക്കേട് എന്താണ് ചർച്ച ചെയ്യാത്തത്? അത് സർക്കാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണ്ടേ? മുമ്പത്തെ ആഭ്യന്തരമന്ത്രി ബോംബെ ഭീകരാക്രമണം ഉണ്ടായപ്പോ ശിവരാജ് പാട്ടീൽ രാജിവെച്ചത് ഓർമ്മയില്ലേ? അതെന്തുകൊണ്ടാണ്? അത് കുറ്റവാളികളെ പിടികൂടാൻ വൈകിയതിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം വെച്ച് രാജിവെച്ചതാണ്. തന്റെ ഇടം ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയണ്ടേ? ഈ 26 മനുഷ്യരുടെ ജീവനൊരു വിലയുമില്ലേ? ഈ ഭീകരവാദികളെ രാജ്യത്ത് എവിടെയാണ്? ഇവർ 5 കിലോമീറ്റർ കടന്നു പോയിട്ടുണ്ടോ? ഇവർ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാജ്യത്തിനകത്തുണ്ടോ? എന്തെങ്കിലും ഒരു വിശദീകരണം ആഭ്യന്തര മന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ബന്ധപ്പെട്ട ആളുകൾ ഇതുവരെ നടത്തിയിട്ടുണ്ടോ? അതെന്താണ് നടത്താത്തത്? മഞ്ജുഷിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു സഹോദരങ്ങളോട്, സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് എനിക്കുള്ള ചോദ്യമാണ്, ഇത് രാജ്യത്തെ പൗരന്മാർക്ക് മുഴുവൻ ഉണ്ടാകാൻ സാധ്യത. ശ്രീ മേജർ രവി, അത്തരം ചോദ്യങ്ങളും ഉയരുന്നുണ്ടല്ലോ, അത് സ്വാഭാവികവുമാണല്ലോ. ഡ്യൂ റെസ്പെക്ട് മിസ്റ്റർ സാക്കിർ, ഈ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളത് സ്വാഭാവികമായിട്ടും ഏതൊരു ഇന്ത്യൻ സിറ്റിസൺ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 22-ാം തീയതി തൊട്ടിട്ട് ഇന്ന് 5-ാം തീയതിയായി ഇതുവരെ എന്തേ ഇവരെ പിടിക്കാഞ്ഞത്, അല്ലെങ്കിൽ എന്തേ ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തൊന്നുമില്ല. ആ ധാരണ ഒന്നാമത്തെ തെറ്റാണ്. കാരണം മരിക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായിട്ടുള്ള സ്യൂസൈഡൽ അറ്റാക്കേഴ്സ് ആയിട്ടുള്ള ടെററിസ്റ്റുകളുണ്ട്. ഇപ്പം
ഞാനത് ഫേസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കിയത്, ഒരു ഓപ്പറേഷൻ പോകുമ്പോൾ കൊല്ലാൻ മാത്രമുള്ള ഓർഡർ ആണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. പോയിട്ട് വെടിവെക്കുക, കൊല്ലുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം മരിച്ചു പോകും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു ടെററിസ്റ്റിനെ നമ്മൾ ജീവനോടെ പിടിക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇന്നും രാജീവ് ഗാന്ധി വധക്കേസിനകത്ത് ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് പറയാണ്, അവര് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയത് ജീവനോടെ പിടിക്കാനാണ്. 3 മാസം എടുത്തു അതിന്, ഇതെല്ലാം കൂടെ അവരെ കോണർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെ പിടിക്കുമ്പോഴത്തേ അവർ സൂസൈഡ് ചെയ്തു. ആ സൂസൈഡ് ചെയ്ത പോലും ചില സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ടാണ് അതൊക്കെ നടന്നിരിക്കുക. അപ്പൊ അതുപോലെയുള്ളത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇവിടെ പട്ടാളക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരതിന്റെ പിറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡേ ടു ഡേ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യില്ല. ബോംബെ ബ്ലാസ്റ്റിനകത്ത് നടന്ന സമയത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടെററിസ്റ്റുകളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കമാൻഡോസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് റൂമിനകത്തിരിക്കുന്ന TV വെച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി ലെവലിൽ വരുന്ന സമയത്ത് ഇവരെന്ത് മൂവ്മെന്റ് ചെയ്തു, പട്ടാളം ഏതുവരെ എത്തി, ഇവന്മാരെ എവിടെ ഏത് വരയ്ക്കാണ് ഇവരെ ചേസ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഈ ഇൻഫർമേഷൻസ് ഒന്നും സർ പുറത്ത് വിടില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ജീവനോടെ കിട്ടേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഏതെല്ലാം ആളുകളാണ് പിറകിലുള്ളത്, ഏതെല്ലാം രാജ്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്, ഇതിനെല്ലാം ഇവരെ കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് എവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടി. ഇത് നമ്മൾ റൂട്ട് കോസ് പിടിക്കണമെങ്കിൽ അവരെ ജീവനോടെ കിട്ടണം. വെറുതെ വെടിവെച്ചാൽ കൊന്നു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് നിങ്ങൾ ആരും അറിയുന്നില്ല. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ പറയാം നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളത്. പക്ഷെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും അത് നാഷണൽ സെക്യൂരിറ്റിനെ മാത്രം വിലവെച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ഇനി ഇതുപോലുള്ള ഈ ക്രിറ്റിസിസത്തിൽ വരുന്നതിന് മുന്നേ 10 രാജ്യം ചിന്തിക്കും, വായ് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കൊല്ലാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അതല്ല, അതിൻ്റെതായിട്ടുള്ള റീസൺ ഇതാണ്. മിലിറ്ററിക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഗവൺമെന്റ് കൊടുത്ത ഓർഡറിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഓരോ മിലിറ്ററിക്കാരനും, അവന് കൈ കിട്ടിക്കഴിഞ്ഞാലും അവൻ കൊല്ലാൻ പാടില്ല, പിടിക്കാനുള്ള ഉത്തരവാണെങ്കിൽ അത് പിടിക്കണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി പ്രവർത്തിച്ച് സർപ്രൈസ് എലിമെന്റ് സൂക്ഷിച്ചുകൊണ്ട് വേണം ഇവന്മാരെ പിടിക്കാൻ. അപ്പൊ ഇതുപോലെ ന്യൂസ് ചാനലിൽ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നടത്ത് പട്ടാളം എത്തിയിട്ടുണ്ട്, ഈ ഇൻഫർമേഷൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് പിന്നെ ഏതെങ്കിലും യൂട്യൂബിൽ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പുറത്തു വിടാത്തത്. അപ്പൊ അത് പുറത്തു വിടാത്തത് ഗവൺമെന്റിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കരുത്. ഈ ഗവൺമെന്റ് പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് വി ആർ നോട്ട് വീക്ക് എന്നുള്ളത്. അത് കാർഗിലാണെങ്കിലും ശരി, ബാലാക്കോട്ട് ആണെങ്കിലും ശരി, ഉറി ആണെങ്കിലും ശരി. അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാണ്. അതുകൊണ്ട് മിസ്റ്റർ ഷാക്കിർ, പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് ഓർ മിസ്അണ്ടർസ്റ്റാൻഡ്. ഇതാണ് ഒരു ചെറിയ തിരുത്ത് പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ശ്രീ മേജർ രവി പറഞ്ഞത്. പുൽവാമ ഭീകരാക്രമണം പോലെയുള്ള സംഗതികളെ നിങ്ങൾ മനഃപൂർവ്വം വിട്ടുപോവാണോ? നിങ്ങൾ സൈന്യത്തെ, എനിക്കിതിനെ കുറിച്ച് വലിയ സാങ്കേതിക അറിവില്ല, സംശയം ചോദിക്കാണ്. ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ 70ഓളം വണ്ടികൾ കോൺവേ അടിസ്ഥാനത്തിൽ പോകും. അതിനകത്തേക്ക് ഭീകരർ കയറണമെന്നുണ്ടെങ്കിൽ എവിടെയോ പോരായ്മ സംഭവിച്ചിട്ടില്ലേ? ആരോ നമ്മുടെ കൂട്ടത്തിൽ ഒറ്റുകാരില്ലേ? ആരോ അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടില്ലേ? ഈ ചർച്ച നമുക്ക് ഒന്നുകൂടി ചില വിവരങ്ങൾ അറിയാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംശയം ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സ്ഥിരമായി പല ചാനൽസ് ചോദിക്കുന്ന, അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായ സംഗതി നിങ്ങൾ മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് കാർഗിൽ പോലെയുള്ള നമുക്ക് അഭിമാനകരമായ സംഗതികൾ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചത് കാലങ്ങളായി തുടർന്നു വെച്ചിട്ടുള്ള നമ്മുടെ ഗവൺമെന്റുകളാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഇന്ത്യ 4ാമത്തെ സൈനിക ശക്തി എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. ആ സൈനിക ശക്തിയിലേക്ക് രാജ്യത്ത് എത്തിച്ചത് ആരാണ്? നമ്മുടെ തുടർന്ന് വന്നിട്ട് ഓരോ ഗവൺമെന്റുകളാണ്. എല്ലാ ഗവൺമെന്റിനും അതിൻ്റെതായ പങ്കുണ്ട്. അത് നമ്മൾ വിസ്മരിക്കുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും ഇന്ത്യക്കാരത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന സംഗതിയാണ്. എന്നാൽ പോരായ്മകൾ ഉണ്ടായിട്ടുള്ളത് ഭൂരിഭാഗം ഈ സർക്കാരിന്റെ കാലത്താണ്. ശരി, ശ്രീ മേജർ രവി, ഷാക്കിറിന്റെ സംശയം തീർന്നിട്ടില്ല. അതായത് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ ആരോപണങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ സംഗതിയല്ല എന്നുള്ളത് കൊണ്ട് അത് ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇപ്പോ മേജർ രവിയെ പോലെയുള്ള ആളുകളെ പൊളിറ്റിക്കൽ വ്യൂസ് എന്താണ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികളോട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളൊരു പഴയ പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ പുൽവാമ ഭീകരാക്രമണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അതുപോലെ തന്നെ മറ്റു പല ആക്രമണങ്ങളും ഭീകരാക്രമണവും ഉണ്ടായി. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്ന ശേഷം തന്നെ 7 തവണ ഭീകരാക്രമണം ഉണ്ടായി. 2014, 16, 19, 22, 24, 25 ഉണ്ടായി. അതിന്റെയൊക്കെ എന്താണ് കുറ്റവാളികളെ ചെയ്തിട്ടുള്ളത്? അവരെ പിടികൂടിയിട്ടുണ്ടോ? അവർക്ക് തിരിച്ചടി എങ്ങനെയാണ് കൊടുത്തത്? അതിനുശേഷം പുതിയ ആക്രമണം ഉണ്ടോ? നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഈ സർക്കാർ പരാജയമാണ്. ശരി, ശ്രീ മേജർ രവി. പുൽവാമ അറ്റാക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ വാക്കുകൊണ്ടെങ്കിൽ ആയിക്കോട്ടെ, ശരി, ഞാൻ പറഞ്ഞു കേട്ടല്ലോ.
കേട്ടു. ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞോട്ടെ? ശരി, ഓക്കെ. പുൽവാമ അറ്റാക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾ അവിടുത്തെ ജിയോഗ്രഫിക്കൽ റോഡും കാര്യങ്ങളും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും, കാരണം ഈ പുൽവാമ അറ്റാക്ക് എന്നല്ല, കാശ്മീരിൽ എവിടെയാണെങ്കിലും ശരി, കോൺവായ് എവിടെയെല്ലാം പോകുന്നുണ്ടോ ഇവിടെ എല്ലാം കാലത്ത് 5 മണിക്ക് റോഡ് ഓപ്പണിംഗ് പാർട്ടി എന്ന് പറഞ്ഞ് ബറ്റാലിയൻ കണക്കിന്, ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് കാലത്ത് 5 മണി തൊട്ടിട്ട് റോഡ് ഓപ്പണിംഗ് തുടങ്ങുന്നത്. ഇത് റോഡ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓരോരോ 100 മീറ്ററിലും ആളുകളെ നിർത്തിക്കൊണ്ട് ആ ഏരിയ മുഴുവൻ ചെക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ടാണ് പിന്നെ കോൺവോയ്സിനെല്ലാം നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, 8 മണി മുതൽക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഈ സെക്യൂരിറ്റി മുഴുവൻ ഉള്ള സമയത്ത് പോലും റോഡിന്റെ സൈഡിലുള്ള വില്ലേജസിനെ നമ്മൾ ഒരിക്കലും ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ ലോക്കൽസിനെ, അന്നെല്ലാം ഉണ്ടായിരുന്ന ഓർഡർ, ലോക്കൽ ഗവൺമെന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരിക്കലും ലോക്കൽസിനെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. അപ്പൊ അതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ ജുലൂസ് എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ച് ജാഥയായിട്ട് പുറത്തു വന്നിട്ട് കോൺവോയ്സിന് കല്ലെറിയലും, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. അപ്പൊ ഇവിടെ പുൽവാമയിൽ എന്താണ് സംഭവിച്ചെന്നുള്ള ഈ ഒരു കാറ്, ഒരു പർട്ടിക്കുലർ കാറ്, ആ കാറിനകത്ത് ബോംബും ലോഡ് ചെയ്തുകൊണ്ട് ആ കാറ് ആ ഒരു പർട്ടിക്കുലർ ഗല്ലിയില് കിടക്കാൻ തുടങ്ങിയിട്ട്, അവിടുത്തെ ഒരു വില്ലേജുകാരൻ്റെ ഒരുത്തന്റെ കാറാണത്. ആ കാറിനകത്താണ് ഈ ബോംബും കയറ്റിയിട്ട് ഏകദേശം 1 മാസത്തോളം ആ ബോംബുള്ള വണ്ടിയോടെ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഡേയില് ഇടിച്ചം കയറി വന്നിരിക്കുകയാണ്. കയറുന്ന സമയത്തും പട്ടാളക്കാർക്ക് അവരെ ഫയർ ചെയ്യാനുള്ള ഓർഡർ ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, പല സ്ഥലത്തും പട്ടാളക്കാർ കൈകെട്ടി നിന്നുകൊണ്ട് ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് തിരിച്ച് ഫയർ ചെയ്യാനുള്ള ഓർഡർ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ. ഞാൻ 88 തൊട്ടിട്ട് ഷാക്കിർ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നമുക്കിത് പെട്ടെന്ന് പറയാം സെക്യൂരിറ്റി വീഴ്ചയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്തില്ല. ഗവൺമെന്റ് അല്ല, ഞാൻ അത് അനുഭവിച്ച പട്ടാളക്കാരനാണ് ഈ പറയുന്നത്. പലപ്പോഴും സ്കൂൾ ബസ്സുകൾക്ക് കല്ലെറിയുന്ന സമയത്ത് കുട്ടികളുടെ മേലെ തലയിലും ഇതെല്ലാം കല്ലും പൊട്ടി ചോര ഒലിക്കുന്ന സമയത്തും അതിനകത്തുള്ള JCOനോ അല്ലെങ്കിൽ ഇൻചാർജിനോ ഒരിക്കലും തിരിച്ച് ഫയർ ചെയ്യാനുള്ള ഓർഡർ ഇല്ല. അവർക്ക് അപ്പോഴും ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാം. പല ആളുകളും ഈ കല്ലേറ് JCOസും പട്ടാളക്കാരും ഈ കുട്ടികളെ കവർ ചെയ്തുകൊണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു JCO ഫയർ ചെയ്തു. ആ ഫയർ ചെയ്ത സമയത്ത് 2 പേര് മരിച്ചു. മരിച്ചതിന് ശേഷം എന്താ ഉണ്ടായത്? അവിടെ കോർട്ട് ഓഫ് എൻക്വയറി ഓർഡറായി. ആർക്ക്? ഈ പട്ടാളക്കാരന് എഗൻസ്റ്റ്. സ്കൂൾ ബസ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ലോക്കൽസിന്റെ മേലിൽ സഹിക്കാൻ പറ്റാതെ പ്രൊട്ടക്ട് ചെയ്ത സമയത്ത് ആ പട്ടാളക്കാരൻ കോർട്ട് മാർഷൽ ഫേസ് ചെയ്യേണ്ടി വന്നു. അന്ന് അവിടെയാണ് ശരിക്കൊരു കമാൻഡർ അല്ലെങ്കിൽ കമാൻഡിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുള്ള ആക്ച്വൽ ലീഡർ എന്താണ്. എന്റെ സബോർഡിനേറ്റ്സ്, എന്റെ ഓർഡർ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഓർഡർ. ആ ഓർഡർ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ കടമയാണെന്ന് പറഞ്ഞ് ആദ്യം ആ കമാൻഡിങ് ഓഫീസർ പറഞ്ഞാണത്. ആ JCOനെ കോർട്ട് മാർഷൽ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ എന്നെ കോർട്ട് മാർഷൽ ചെയ്യണം, ബിക്കോസ് ഐ ആം ദ കമാൻഡിങ് ഓഫീസർ. അവിടെയാണ് സീനിയേഴ്സ് ചിന്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒന്നും നടന്നില്ല, കോർട്ട് മാർഷൽ നടന്നില്ല, അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിട്ടു. ഈ ഇങ്ങനെയുള്ള പല കൈകെട്ടലും ഉണ്ട് ഷാക്കിർ അവിടെ. അത് അന്നായിരുന്നു അത്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി വീഴ്ച സെന്ററിന്റെ അതിലിടയ്ക്ക് പറഞ്ഞു കോൺവായിൽ എന്തുകൊണ്ട് പോയി. എങ്ങനെ പോയാലും കോൺവായിൽ പോയാലേ എയർപോർട്ടിൽ പോലും എത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു എയർക്രാഫ്റ്റ് കിട്ടിയില്ല, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് അതിനൊക്കെ ഉത്തരം ഞാൻ കൊടുത്തിട്ടില്ലാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, അത് ഉന്നയിക്കുന്നത് സർക്കാർ നിയോഗിച്ച ഒരു ഗവർണർ ഉൾപ്പെടെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഷാക്കിർ, ഈ ഗവർണറിന് പോലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും. ഇപ്പൊ പുൽവാമയിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റ് പിടിക്കണമെങ്കിൽ അത് വരണമെങ്കിൽ ശ്രീനഗറിൽ വരണം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 70 കിലോമീറ്റേഴ്സ് ആണ്. അല്ല, നീ അവന്തിപുര എയർബേസ് പോവാണെങ്കിലും വേണം 10-45 കിലോമീറ്റർ. ഇതെല്ലാം റോഡ് കൊടുത്തല്ലേ. അപ്പൊ ഈ പറയാൻ ഇത് പറയാം. കോൺവായ് എന്തുകൊണ്ട് കൊടുത്തു? എയർക്രാഫ്റ്റ് കൊടുത്തില്ല. എയർക്രാഫ്റ്റ് ഒരു ബാരക്കിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ മനസ്സിലാക്കണം, ഗവർണർ പറഞ്ഞു എയർക്രാഫ്റ്റ് കൊടുത്തില്ലെന്ന്. എയർക്രാഫ്റ്റ് ചാർട്ടർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത് ഗവൺമെന്റിന്നും ആർമി കമാൻഡെന്നുമാണ്, അല്ല ഗവർണർ ചെയ്യുന്നല്ല. ശരി ശ്രീ മേജർ രവി, എന്തായാലും അല്ല, ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് സംശയങ്ങളുണ്ട്. പക്ഷെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയവുമാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ പേടിക്കുന്നുമുണ്ട്, ഇന്ത്യയുടെ സൈനിക ശക്തിയെ പേടിക്കുന്നുമുണ്ട്. ഡോക്ടർ മോഹനൻ പിള്ള അതിനൊരു ഉദാഹരണം കൂടി ഇന്ന് വന്നിരിക്കുകയാണല്ലോ. 2ാമത്തെ മിസൈൽ പരീക്ഷണവും ഇന്ന് പാകിസ്ഥാൻ നടത്തിയിരിക്കുകയാണ്. ഈ വാചകമടിയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങളും അത് ഭയപ്പാടിൽ നിന്നുണ്ടാകുന്നതാണെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. തീർച്ചയായിട്ടും മഞ്ജുഷ, അതിനു മുമ്പ് ഞാൻ ഐ തിങ്ക് മിസ്റ്റർ ഷക്കീറിനോടൊരു ജസ്റ്റ് ഒരു ഇത് പറയട്ടെ. കാര്യം ഷക്കീർ പറയുന്നത് ക്വസ്റ്റ്യൻ ഈസ് വെരി ജെന്യൂൻ, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ബിക്കോസ് എവരിബഡി, ഒരു നോർമൽ പേഴ്സൺ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും വരുന്നത് ഒരു റിട്ടയർഡ് ആർമി പേഴ്സണലും തോന്നും. കാര്യം ഇതുവരെ ഒരു ആക്ഷനും അതിനെതിരെ എടുത്തില്ല എന്നുള്ളത് ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ അതിനെ വേറൊരു ആംഗിളിലാണ് കാണുന്നത് മിസ്റ്റർ ഷക്കീർ.
സക്കീർ, ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലായേനെ. കാര്യം കൗണ്ടർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലോട്ടായിരുന്നു നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെയർ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഗോട്ട് ദ ഓർഡർ ടു പ്രിപ്പയർ ഫോർ വാർ എന്നുള്ള രീതിയിലോട്ട് വന്നിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ എല്ലാ എലമെന്റിനും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു യൂണിറ്റിനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിന്റെ റോൾ എന്ന് പറയുന്നത് ടു ഗോ ഫോർ വാറിൽ ഉള്ള ഡ്യൂട്ടിയിലാണ്. അപ്പം അതിനുവേണ്ടിയുള്ള ബേസിക് പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ സൈഡിലോട്ടുള്ള കോൺസെൻട്രേഷൻ വി മേ ഗിവ് ഇറ്റ് ടു ദ പാരാമിലിറ്ററി ഫോഴ്സസ്, മേ ബി ദാറ്റ് ആൻഡ് മോർ ദാൻ ദാറ്റ്. എന്തുകൊണ്ടാണ് വെൻ ബോർഡർ ക്രോസ് ചെയ്യില്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കാര്യം, ആ സമയത്ത് ഇപ്പോൾ ബോർഡറിലുള്ളതുപോലുള്ള സർവിലൻസ് നല്ല രീതിയിൽ 24/7 സർവിലൻസ്, ഇഞ്ച് ബൈ ഇഞ്ച് ബോർഡർ ഐ ആം ടോക്കിംഗ് അബൌട്ട്, അവർ ക്രോസ് ചെയ്തു പോകാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ സക്കീറിന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ് ലോക്കൽ സപ്പോർട്ട്. അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള വീടുകളിൽ തന്നെ ഉണ്ടെന്ന് ഇവരെ. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവരുടെ ആ ലോക്കൽ സപ്പോർട്ട് കൊണ്ടാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്. ഇനി സാക്കിറിനോട് ഒരു കാര്യം കൂടി ഇൻഫർമേഷന് വേണ്ടി പറയാം. കാര്യം അവിടെ നിന്നതുകൊണ്ടാണ്. അതായത് ഇവിടെ എന്തുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരില് ഈ ടെററിസ്റ്റുകൾ അവരുടെ നല്ല രീതിയിൽ വേരിടുന്നു, അതിന്റെ കാരണം നമ്മളുടെ ടെററിസ്റ്റാനി നമ്മുടെ കുൽഭൂഷൺ യാദവോ അതുപോലെയുള്ള ആൾക്കാർ അവർക്ക് ബ്ലെയിം ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ഇന്റേണലി ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെന്ന്. നേരെ മറിച്ച് അവിടെ നമുക്ക് ഈ ടെററിസ്ഥാനിൽ കയറി സീക്രട്ട് ഏജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. റീസൺ ഐ ടെൽ യു. ഒരു തമ്പി, ഒരു തെലുങ്ക് ആന്ധ്രയിൽ നിന്നുള്ള ഒരാളെ, ഒരു മലയാളി അല്ലെ ഒരു ഒറീസക്കാരൻ, അവർക്ക് അവിടെ ചെന്ന് അവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാര്യം ആ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആണെന്നുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു സാധ്യതയാണ് അവിടെ നമുക്ക് ഉള്ള ഒരു വിഷമം എന്ന് പറഞ്ഞത്. രണ്ടാമത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കരിയപ്പാട് ടൈമിൽ 65 ഈ സിഗ്നൽ എല്ലാം പാസ് ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദിയിലാണ്. അപ്പൊ ഹിന്ദിയിൽ പറയുന്നതെല്ലാം റേഡിയോ സെറ്റിൽ കൂടെ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ടെററിസ്ഥാൻ ആ സമയത്ത്. അപ്പൊ കരിയപ്പ ഒരൊറ്റ ബുദ്ധി ഉപയോഗിച്ചു എല്ലാ പ്ലട്ടൂണുകളിലും റേഡിയോ സെറ്റുകളുടെ കൂട്ടത്തിലെല്ലാം ഓരോ സൗത്ത് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്തു. അതായത് മെസ്സേജുകൾ കംപ്ലീറ്റ് തമിഴിൽ പാസ് ചെയ്യാൻ പറഞ്ഞു, നോട്ട് ഈവൻ മലയാളം. എന്നിട്ട് ആ ട്രാൻസ്ലേറ്റർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഓഫീസേഴ്സിനോട് റൈറ്റ് ടൈമിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അതോടെ അവരുടെ ടെററിസ്ഥാന്റെ മനോവീര്യം തകർന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇത്രയും പേരെ പിടിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന്. കാര്യം വെൻ വി ആർ ഗോയിങ് ഫോർ എ ബിഗ് ഫിഷ്, ദാറ്റ് മീൻസ് വി ഹാവ് ടു സ്വാളോ ദ റെസ്റ്റ്. അപ്പം ആ മേജർ വാർ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മുടെ യൂണിറ്റ് തിരിഞ്ഞപ്പോൾ, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തിരിഞ്ഞപ്പോൾ, അതൊരു മൈൽഡ് ഏരിയ ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു. എന്തായെങ്കിലും അവരെ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അവർ പോകാൻ പോകുന്നില്ല എന്നുള്ളത് ഷുവർ ഷോട്ടാണ്. പ്രയോറിറ്റി ഹാസ് ടു ബി ഡിസൈഡഡ് ഇൻ ഡിഫൻസ് ഫോഴ്സസ്. നമ്മൾ പ്രയോറിറ്റി 1, 2, 3 ഉണ്ട്. നൗ ഹിയർ ദ ബെസ്റ്റ് പ്രയോറിറ്റി. വാട്ട് ഇസ് ദ പ്രയോറിറ്റി നമ്പർ 1? ദ പ്രയോറിറ്റി നമ്പർ 1 ഈസ് ടു ഗോ ഫോർ എ വാർ ഓർ പ്രിപ്പയർ ഫോർ വാർ. അതിന്റെ ബേസിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. സോ റെസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ സെക്കൻഡറി ആൻഡ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കസിംഗ് സച്ച് കൈൻഡ് ഓഫ് എ തിങ് ആസ് സച്ച്. നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് പുൽവാമയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ ആം അഡ്മിറ്റിംഗ് ദാറ്റ് മിസ്റ്റേക്ക് മേ ബി ദേർ 100%. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷെ അതിനൊക്കെ ഒരു എൻക്വയറി കമ്മീഷനൊക്കെ ഉണ്ട്, അതിന്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, ഇനിയും വരാനുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ഈ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറയുന്നത് വിമർശനത്തിന് എബോവ് അല്ല. വി ആർ ഓൾസോ വിമർശനത്തിന് അതീതമാണ്. ഒരു കുഴപ്പമില്ല, വിമർശനത്തിന് ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ഡിഫൻസ് ഫോഴ്സസ് ആണ് എല്ലാ രീതിയിലും. പക്ഷേ നമ്മളുടെ ഡിഫൻസ് ഫോഴ്സസ് ആണ് വേൾഡിൽ മോഡലായിട്ടുള്ളത്. റീസൺ, അതായത് ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റിന്റെ ഓർഡർ ഇഞ്ച് ബൈ ഇഞ്ച് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ്, ഒരു ഡിഫൻസ് ഫോഴ്സസ് ആണ് നമ്മളുടേതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടല്ലോ, വെൻ ദേർ ഇസ് എ ക്രൈസിസ് ഓൾ വെയർ ടുഗദർ. ഞാൻ വീണ്ടും പറഞ്ഞു, അതായത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു വിട്ടത് അന്നത്തെ ഓപ്പോസിഷൻ ലീഡർ എ ബി വാജ്പേയി ആയിരുന്നു. അപ്പൊ ദാറ്റ് മച്ച് യൂണിറ്റി. ഇപ്പൊ ഞാനത് ഐ തിങ്ക് ഹൈലൈറ്റിൽ എവിടെയോ ഒരു ടിവിയിൽ കാണിച്ചു. അതായത് രാഹുൽ ഗാന്ധി ഈസ് ഓൾസോ അറ്റൻഡിംഗ് ദ മീറ്റിംഗ്. അപ്പം ഇത് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ദാറ്റ് ഈസ് മദർലാൻഡ്, മൈ കൺട്രി, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ
സക്കീറിന്റെ ക്വസ്റ്റ്യൻ, അതായത് സക്കീർ പറയുന്നത് ശരിയാണ്, അത് 100% ശരിയാണ്. ശരിയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യക്കെതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറയുന്നുണ്ട്. അതിനവർ ആധാരമാക്കിയിരുന്നത് പലതും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളായിരുന്നു. അതിനി അങ്ങോട്ട് ഉണ്ടാകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണല്ലോ ഇത്. ശ്രീ മിഥുൻ വിജയകുമാർ, പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മുഴങ്ങുന്നുണ്ട് എങ്കിൽ പോലും ഈ കോൺഗ്രസിന്റെയൊക്കെ പിന്തുണ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതാനും നേതാക്കളുടെ അപശബ്ദം എന്ന് മാത്രം കരുതിയാൽ മതിയല്ലോ. നമുക്ക് മഞ്ജുഷേ, ഈ വിഷയം നടന്ന സമയം മുതൽക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? കോൺഗ്രസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞങ്ങൾ രാജ്യത്തോടൊപ്പം നിൽക്കുന്നു, മറുഭാഗത്ത് അവരുടെ നേതാക്കൾ, ഇപ്പം ജമ്മു എന്നുള്ള സൈഫുദ്ദീൻ സോസിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നുള്ള വിജയ് ഭാരതിവാറിനെ പോലുള്ള നേതാക്കൾ, ഇവരൊക്കെ പറയുന്നതാണ്, ഇവരൊക്കെ ഇതിനെ ചോദ്യം ചെയ്യാണ്. പാകിസ്ഥാൻ ഒരു കാര്യം പറഞ്ഞാൽ അതെന്താ വിശ്വസിച്ചുകൂടെ? പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല, നമുക്കത് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തീവ്രവാദികൾ മതം ചോദിച്ച് ഐഡന്റിറ്റി ചോദിച്ച് കൊല്ലുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയാണ് വിജയ് ഭാരതിവാറിനെ പോലുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ അവര് ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ രാജ്യത്തോടൊപ്പം നിൽക്കുന്നു, ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു എന്ന് പറഞ്ഞു, മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ ചില ശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കേരള പ്രദേശ് കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ വന്നൊരു പോസ്റ്റ് ഉണ്ട്. അത് പാകിസ്ഥാനിലെ പല നേതാക്കളും ഷെയർ ചെയ്യുകയാണ്. കാരണം അവർക്ക് ആക്ച്വലി ഡിഫൻസ് ആയി അവർ ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയലാണ്. ഇന്ത്യക്കകത്ത് വരുന്ന ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവർ ഇന്റർനാഷണൽ ഫോറമിൽ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇന്ത്യ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ ഇത് സംശയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു വോയിസ് പാകിസ്ഥാൻ ഇവിടുന്ന് പകർന്നു കൊടുക്കുന്ന ആരാണ്? കോൺഗ്രസ് ആണ്. അപ്പൊ അത് അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ എത്ര തന്നെ ഇപ്പൊ ഈ ചാനലിൽ പോലും നിങ്ങൾ നോക്കൂ, നമ്മുടെ ഏജൻസികളുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി. ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് ഇന്ത്യൻ ആർമിക്ക് പറ്റില്ല, ഇന്ത്യൻ ആർമിക്ക് ഉള്ളിൽ ചാരന്മാരുണ്ടോ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പോലും. അപ്പൊ ഇത്രയ്ക്ക് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപമാനിക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പറയുക ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും തരുന്നുണ്ടെന്ന്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ ശിവരാജ് പാട്ടീൽ ഈ മുംബൈ ആക്രമണത്തിന് ശേഷം രാജിവെച്ചില്ല എന്നാണ്. ശിവരാജ് പാട്ടീൽ 2004 മുതൽക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ഇന്ത്യക്ക് ഈ ശിവരാജ് പാട്ടീൽ ആഭ്യന്തര വകുപ്പ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇന്ത്യ കണ്ട പോലത്തെ അറ്റാക്ക്, ഈ ടെററിസ്റ്റ് അറ്റാക്സ് നമ്മൾ കണ്ടിട്ടില്ല. ഈ മുംബൈ അറ്റാക്ക് നടക്കുന്നതിന്റെ 2 മാസം മുന്നേ സെപ്റ്റംബറിൽ ഒരു ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് നടന്നിരുന്നു. അന്നെന്തേ ശിവരാജ് പാട്ടീൽ രാജിവെച്ച് പോകാഞ്ഞത്? അന്നായിരുന്നു ശിവരാജ് പാട്ടീൽ ഏറ്റവും കൂടുതൽ മാധ്യമ വിമർശനം നേരിട്ടത് ആക്ച്വലി. കാരണം ഈ നീരോ രാജാവുമായിട്ടായിരുന്നു അദ്ദേഹത്തെ താരതമ്യം ചെയ്തത് മാധ്യമങ്ങൾ. അന്ന് രാജിവെക്കാത്ത ശിവരാജ് പാട്ടീൽ എന്തുകൊണ്ടാണ് അറിയോ ഈ മുംബൈ അറ്റാക്കിന് ശേഷം രാജിവെച്ചത്? കാരണം വെറും മാസങ്ങൾക്ക് ശേഷം 2009 ജനറൽ ഇലക്ഷൻ വരാൻ പോവുമായിരുന്നു. അപ്പൊ അന്ന് രാജിവെച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് അവരുടെ മുഖം രക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ശിവരാജ് പാട്ടീൽ തന്നെ ആഭ്യന്തരം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് 2005 ഡൽഹി സ്ഫോടനങ്ങൾ ഉണ്ടായി. അന്ന് 62ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിലും ഈ പറഞ്ഞ ലഷ്കർ എ തോയ്ബയുടെ പങ്കുണ്ട്. 2006 വാരണാസി അറ്റാക്ക്, അതും ലഷ്കർ എ തോയ്ബയുടെ ഒരു വിങ് ആണ് ചെയ്തത്. 2006 മുംബൈ ട്രെയിൻ ബോംബിങ്, 209ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ആരെ പിടികൂടി? അന്നൊന്നും ഇല്ലാത്ത ഇന്റലിജൻസ്, അന്നൊന്നും നിങ്ങളുടെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്തില്ലേ? അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഏജൻസിയുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്തില്ലേ? ഹൈദരാബാദിലെ ബോംബിങ്, ജയ്പൂരിലെ ബോംബിങ്, ആസാമിലെ സ്ഫോടനം, ഇതെല്ലാം നടന്നിട്ട് ഈ ഒരു സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് വന്നിട്ട് രാഷ്ട്രീയം പറയുക. ഇനി മുംബൈ തീവ്രവാദ ആക്രമണം നടന്നതിന് ശേഷം ഇവർ ചെയ്ത കാര്യം എന്താ അറിയോ? അവിടെ ഷർമൽ ഷെയ്ഖിൽ പോയിട്ട് മൻമോഹൻ സിംഗ് ഒരു പാക്ട് സൈൻ ചെയ്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനായിട്ട്. പാകിസ്ഥാൻ ആദ്യമായിട്ട് ഇന്ത്യയെ ഒരു എന്താ പറയാ ടെററിസ്റ്റ്, ഇന്ത്യ പാകിസ്ഥാനിൽ ടെററിസം കാണിക്കുന്നു എന്ന് ഇക്വേറ്റ് ചെയ്യാൻ സാധിച്ചാണ്. കാരണം ബലോചിസ്ഥാനിൽ ഇന്ത്യക്ക് പ്രസൻസ് ഉണ്ട് എന്ന് ആ പാക്ടിൽ ആദ്യമായിട്ട് ഇന്ത്യ അംഗീകരിക്കുകയാണ്. കാരണം അത് വെച്ചുകൊണ്ടാണ് പിന്നെ പാകിസ്ഥാൻ ഇന്ന് പോലും ബലൂചിസ്ഥാനിൽ ഇന്ത്യക്ക് പ്രസൻസ് ഉണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞത് എന്തുകൊണ്ടറിയോ? ഈ ഷർമൽ ഷെയ്ഖ് പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇന്ത്യയെ എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ടോ ഇവരുടെ റെസ്പോൺസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഏത് രീതിയിലായിരുന്നു ഇവർ ഹാൻഡിൽ ചെയ്തത് എന്ന് നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു ഒരു ഡിപ്ലോമാറ്റിക് ചാനൽസിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് വഴിയും പാകിസ്ഥാനെ തകർക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യ ശബ്ദങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ശാപം എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ ഇന്ത്യ പാകിസ്ഥാന് എതിരെ ഒരു വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ് എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അത് ഓവേർട്ട് ഓപ്പറേഷൻ ആണ്, ഒരു കവേർട്ട് ഓപ്പറേഷൻ ആണ് നമുക്കറിയില്ല. കാരണം ഇതിൽ എന്താ പറയുക, ഈ പാകിസ്ഥാനെ പ്രഡിക്ഷനിൽ വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ സൈലൻസിലൂടെ അവരുടെ മിലിറ്ററി റിസോഴ്സസ് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് പല സ്ഥലത്തും എൻഗേജ് ഇന്ത്യ ഏത് രീതിയിൽ ആക്രമിക്കുന്നു അവർക്ക് അറിയില്ല. അവർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മിലിറ്ററി റിസോഴ്സസ് ഡേ ബൈ ഡേ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി, ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അജണ്ട. അവർ ഏറ്റവും കൂടുതൽ ഡിപ്ലീഷന്റെ ആ ഒരു പീക്ക് സ്റ്റേജിലെത്തി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഭാഗത്തുള്ള റെസ്പോൺസ് ഉണ്ടാവുക. അത് പാകിസ്ഥാനും അറിയാം. ശരിയാണ് ശ്രീ സി കെ ഷാക്കിർ, നയതന്ത്ര നീക്കം വിജയിക്കുകയാണ് ഇന്ത്യയുടേത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നത്. അതൊക്കെ കാര്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ സംഗതിയില് പിന്നെ സംശയത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ ഈ നേരത്തെ എന്റെ തൊട്ടുമുമ്പ് സംസാരിച്ച ആ സുഹൃത്ത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്.
അതിന് അദ്ദേഹം അല്ല, താങ്കൾ പറയൂ, താങ്കളുടെ സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കാണിച്ച വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ? ഞാൻ പറയാം. 1 മിനിറ്റ്. ഇപ്പൊ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ വീഡിയോ നമ്മളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയോ, അപ്പൊ എന്താ പറയാ, നമ്മുടെ അതിർത്തിക്ക് കാവലിരിക്കുന്ന പട്ടാളത്തിന് എന്താണ് പണി, BSF എന്താണ് ജോലി, അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു മിനിറ്റ്. അത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചോദിച്ചതാണ്, പ്രസംഗിച്ചതാണ്, സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്. അത് യുദ്ധം നടക്കുന്ന സമയത്ത് കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും മറ്റു രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളാണെങ്കിലും ആവർത്തിച്ച് പറയുന്നത് മാത്രമല്ല, സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നത് രാജ്യദ്രോഹികൾക്കെതിരെ, രാജ്യത്തിന് ശത്രുക്കൾക്കെതിരെ പോരാടാൻ. എന്നാൽ അതേസമയം രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിന്, ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ട സർക്കാർ അന്തർപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചർച്ച വഴിതിരിച്ചു വിടുകയാണ്. ഇപ്പൊ ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നു, രാഹുൽ ഗാന്ധി ആവട്ടെ, ഞങ്ങളുടെ നേതാക്കൾ സാദിഖ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാവട്ടെ, ഒക്കെ സർക്കാരിന് ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിലകൊള്ളാൻ നിരുപാധികമായിട്ട് പിന്തുണയാണ്. എന്നാൽ ഈ 26 ആളുകൾ പിടിക്കാത്തത് ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിന് നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ അത് ഇവരെ പിടിക്കണ്ട, ഇത് രാജ്യത്തിന് പുറത്തും നമുക്ക് രാജ്യത്തിന് അപമാനമായി തുടർന്നോട്ടെ, പകരം നമ്മൾ ചർച്ച വഴിതിരിച്ചു വിട്ട് ഇതിങ്ങനെ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്തി സർക്കാരിന്റെ പ്രശംസ ചൊരിഞ്ഞ് മുന്നോട്ട് പോയാൽ മതി എന്നാണ് നിങ്ങളൊക്കെ പറയുന്നതെങ്കിൽ അതിനെ വകവെച്ച് തരാൻ കഴിയുമോ രാജ്യസ്നേഹികൾക്ക്? രാജ്യത്തെ ജനങ്ങളെ നിഷ്ഠൂരമായി നേരിട്ട് വന്ന് കൊലപ്പെടുത്തി പോയിട്ടുള്ള ഭീകരവാദികളെ പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും രാജ്യത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. അത് ഒരു മിനിറ്റ്. നേരത്തെ നമ്മുടെ മേജർജി പറഞ്ഞതുപോലെ സർക്കാർ ഇന്നതാണ് ചെയ്യുന്നത്, പോലീസ് അവരെ പിന്നാലെയുണ്ട്, ഇന്ന സ്ഥലത്ത്, അങ്ങനെ വിശദീകരിക്കണമെന്നല്ല. അതൊക്കെ തിരിയുന്ന ആളുകൾ തന്നെ എല്ലാവരും. മറിച്ച് മഞ്ജുഷേ, കോൺഗ്രസിന്റെ രാജ്യസ്നേഹം നമുക്കറിയാം. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് പോലും മറുപടി പറയാൻ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എന്നെ ഇന്ററപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഞാൻ ഇവിടെ പറയാത്ത കാര്യം, രാജ്യത്തെ ആർമിക്കും ഇന്റലിജൻസിനും അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കൂ. അവരുടെ ജോലി ചെയ്യാൻ അവരെ അനുവദിച്ചു കൊടുക്കുക. അതിന് മീഡിയ ട്രയൽ നടത്തി അല്ലെങ്കിൽ മീഡിയയിലൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ആർമിയും ഇന്റലിജൻസും അതിന് കേപ്പബിൾ ആണ്, അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പാകിസ്ഥാന് വേണ്ട സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് വേണ്ട ഇന്റർനാഷണൽ ഫോറം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്വീറ്റ്സ് ആണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റും അല്ലെങ്കിൽ മറ്റു പല ഭാഗത്ത് നിന്ന് വരുന്ന ട്വീറ്റുമാണ് പാകിസ്ഥാൻ അത് ചെയ്യാതിരിക്കുക, അതിനുള്ള മാന്യത കാണിക്കുക എന്നാണ് അഭ്യർത്ഥന. പിന്നെ മാത്രമല്ല, അദ്ദേഹം എത്ര അൺഡെമോക്രാറ്റിക് ആണ് ഈ ചർച്ച കൊണ്ടുവന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ ശബ്ദം കേൾക്കാൻ പാടില്ല. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആവശ്യം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു, കോൺഗ്രസിന്റെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞു. അതിൽ അന്നൊന്നും ഇല്ലാത്ത രാജ്യസ്നേഹം അദ്ദേഹത്തിന് ഇപ്പോൾ വരികയാണ്. അപ്പൊ ആർക്കാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് ഈ സമയത്ത് രാഷ്ട്രീയം കളിക്കരുത്. ഈ സമയത്ത് രാജ്യത്തോടൊപ്പം. ശരി, നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ജലയുദ്ധം പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണോ? അതെ എന്ന് 93% പ്രേക്ഷകർ. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.